ഞങ്ങളിപ്പോൾ വിഷുവിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ തോന്നിക്ക് പോവാം കേട്ടോ. ആദ്യം തന്നെ ഞങ്ങൾ കണിയൊരുക്കാനുള്ള ഫ്രൂട്ട്സൊക്കെ വാങ്ങി. എന്നിട്ട് നേരെ ഞങ്ങൾ അലങ്കാറിലോട്ട് പോയി. അവിടെ നിന്ന് ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ അവിടെ കൃഷ്ണ വിഗ്രഹമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ കൃഷ്ണ വിഗ്രഹം നോക്കിയ ശേഷം ഞങ്ങളൊന്ന് ഫൈനലൈസ് ചെയ്ത് ഞങ്ങൾ വാങ്ങി. അത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കൊന്നപ്പൂവൊക്കെ കണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി. പക്ഷേ വില അധികമായതുകൊണ്ട് ഞങ്ങൾ വന്നില്ല. കാരണം ഞങ്ങളുടെ നാട്ടിൽ എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടംപോലെ കൊന്നപ്പൂ കിട്ടുമെന്നുള്ളത് കൊണ്ട് ഞങ്ങളത് വാങ്ങാതെ കൃഷ്ണ വിഗ്രഹവും വേണ്ട കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങി എല്ലാം ബില്ലാക്കി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നു. ഗൈസ്, ഇവിടെ കുന്നപ്പൂ പറിച്ചുകൊണ്ടിരിക്കുന്ന ജയമാമനാണ്. ഗൈസ്, അങ്ങനെ നമ്മുടെ ആദ്യത്തെ കൊന്നപ്പൂ കിട്ടിയിരിക്കുന്നു. അയ്യോ ബാക്കി പോന്നേ. അടുത്തതും കിട്ടിയിരിക്കുന്നു ഗൈസ്. അടുത്തതും കിട്ടിയിരിക്കുന്നു ഗൈസ്. രാത്രി ഞാനും അമ്മയും ചക്ക പറിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ചക്ക പറിച്ചില്ലായിരുന്നു. സോ ഞങ്ങൾ എന്നോട് ചക്ക പറിക്കാൻ പോവുകയാണ് രാത്രിയിൽ കണി വെക്കാൻ വേണ്ടിയിട്ട്. ഗൈസ്, ആ ഇരുട്ടത്ത് ചക്ക പറിക്കാൻ പോകുന്ന എൻ്റെ അമ്മ ആ ലൈറ്റ് വെട്ടം. ഗൈസ്, അങ്ങനെ ചക്കയായി അമ്മ വന്നു. നമ്മുടെ കയ്യിലിരിക്കുന്നതാണ് നമ്മുടെ ചക്ക. ഗൈസ്, അങ്ങനെ അതിസാഹസ്യമായി രാത്രിയിൽ നമ്മുടെ സുധമോൾ ചക്ക പറിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് കണിയൊരുക്കൽ തുടരാം. ഗൈസ്, സുധേമ അങ്ങനെ റോക്കറ്റ് വിക്ഷേപണം നടത്താൻ പോവുകയാണ്. അയ്യോ, റോക്കറ്റ് ചീറ്റി. ആദ്യം തന്നെ നമ്മുടെ വിഷുക്കണി ഒരുക്കേണ്ട ഉരുളിയിലോട്ട് അരി നിരത്തി. അതിനുശേഷം നമ്മളാണെങ്കിൽ കൈനീട്ടം വെക്കാനുള്ള അതിൻ്റെ തട്ടിലോട്ടും കുറച്ച് അരിയൊക്കെ നിരത്തി. എന്നിട്ട് പിന്നെ ഓരോരോ ഫ്രൂട്ട്സായിട്ട് നമ്മൾ വെക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ടെടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ചക്ക തന്നെ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൈതച്ചക്ക വെച്ചു. പിന്നെ നമ്മുടെ കണിയുടെ പ്രധാന ഒരു ഐറ്റമായിട്ടുള്ള വെള്ളരിക്ക വെച്ച്. പിന്നെ എല്ലാ ഫ്രൂട്ട്സുകളും അമ്മ ഇങ്ങനെ വെച്ചതിന് ശേഷം നല്ല ഭംഗിയായിട്ട് അമ്മ വെച്ചു. ഗൈസ്, അങ്ങനെ ചെമ്പി വെക്കേണ്ട എല്ലാം അമ്മ റെഡിയാക്കി. ഇനി നമ്മൾ കണി വെക്കാൻ എല്ലാം ചെമ്പിലാക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും നാളെ. ഇന്ന് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അമ്മ ചെയ്തിട്ടുണ്ട്. ബാക്കിയല്ല ഇനി സർപ്രൈസാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നാളത്തെ വ്ലോഗിൽ നമുക്ക് കാണാം. ബൈ. അങ്ങനെ രാവിലെ കുളിച്ച് തൊഴുത് വന്ന് നമ്മൾ നേരെ നമ്മുടെ ഉണ്ണിക്കണ്ണനെ വിഷുക്കണി കണ്ടു. ഇനിയുള്ള വർഷങ്ങളൊക്കെ നല്ലൊരു ജീവിതവും നല്ലൊരു ഇതും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ണിക്കണ്ണനോട് പ്രാർത്ഥിച്ച്. കണി കണ്ട ഉടനെ അടുത്ത പരിപാടി എന്താ? വിഷു കൈനീട്ടം വാങ്ങൽ. അത് നിർബന്ധം. അങ്ങനെ വിഷു കൈനീട്ടവും വാങ്ങി. ഇന്നത്തെ വിഷുവിനൊരു തുടക്കം കുറിച്ചു. പുതിയൊരു വർഷത്തിന് വേണ്ടിയിട്ടുള്ളൊരു തുടക്കമായിരുന്നു ഇന്ന്. എല്ലാവർക്കും നല്ലൊരു വിഷുദിനാശംസകൾ നേരുന്നു. എല്ലാ മലയാളികൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ. അപ്പം ഞങ്ങൾ ഇന്ന് വിഷുവായിട്ട് എവിടെ പോവാ? രാവിലെ കണിയൊക്കെ കണ്ടു. എന്നിട്ട് കുളിച്ച് റെഡിയായി സുന്ദരികളായി ഞങ്ങൾ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് ആയിട്ട് ഞങ്ങൾ എവിടെ പോവാ?
അമ്പലത്തിൽ പോവാം. അപ്പം നമുക്ക് അമ്പലത്തിൽ പോവാം. അങ്ങനെ വിഷുവായിട്ട് നമ്മൾ അമ്പലത്തിലും വന്ന് വിഷുക്കണിയും കണ്ടു, വിഷു കൈനീട്ടം ഒക്കെ വാങ്ങി, ദേവിയോട് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് നമുക്ക് വിഷു കൈനീട്ടമൊക്കെ കിട്ടി ഗൈസ്. ഗൈസ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ്. കാപ്പി ഉണ്ടായിരുന്നു, കാപ്പി കുടിക്കും. ഇവർ രണ്ടും ഞങ്ങളുടെ കൂട്ടത്തിൽ കാപ്പി കുടിക്കും. ഞങ്ങൾക്ക് അമ്പലത്തിൽ വന്നാൽ തൊഴണമെന്ന് ആഗ്രഹം. ഗൈസ് പീകോക്ക് കണ്ടോ? ഞങ്ങളുടെ നാട്ടിലെ പീകോക്ക്. എടി കാണാത്തവരുണ്ടടി. ഞങ്ങളുടെ ഈ വർഷത്തെ ഞങ്ങളുടെ ചെറിയ വിഷു ആഘോഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്, ഹാപ്പി വിഷു.